പല ചിന്തകൾ ചേരുമ്പോഴാണ് മനസ്സാകുന്നത്. അത് കടലിലെ തിരകൾ പോലെയാണ്. ഒന്നിനു പിറകെ മറ്റൊന്നായി ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. ബലം പ്രയോഗിച്ച് തിരകളെ ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ കടലിന് ആഴം കൂടിയാൽ തിരകൾ അടങ്ങും. അതുപോലെ ചിന്തകളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതെ ഒരേ ചിന്തയിൽ തന്നെ മനസ്സ് ഏകാഗ്രമാക്കുക. അപ്പോൾ മനസ്സാകുന്ന കടലിന് ആഴം വർദ്ധിക്കും. അത് ശാന്തമാകും. ഉപരിതലത്തിൽ കൊച്ചോളങ്ങൾ ഉണ്ടായാൽ തന്നെ ഉള്ളിൽ ശാന്തമായിരിക്കും. ഒരു കാരണവശാലും നമ്മുടെ മക്കളെ മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്ത് കുറ്റപ്പെടുത്തരുത്, ശകാരിക്കരുത്. പ്രത്യേകിച്ച് പഠന കാര്യങ്ങളിൽ ഓരോ കുട്ടിക്കും പഠിക്കാൻ കഴിയുന്ന ഓരോ നിലയുണ്ട്. അതിൽ കൂടുതൽ അവർക്ക് കഴിയില്ല. തുമ്പിയെ കൊണ്ട് വലിയ കല്ലെടുപ്പിക്കുന്നതിലല്ല ബുദ്ധി. നമ്മുടെ മക്കളിലുള്ള കഴിവുകളെ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കണം. ആരാകണമെന്നല്ല, ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, വക്കീലാവണം, എങ്കിലേ ഭാവിയിൽ ഒരു ജഡ്ജിയാവാൻ കഴിയൂ. ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിലല്ല, നല്ല മൂല്യബോധമുള്ളവനാകാൻ, കാരുണ്യമുള്ള നല്ല മനുഷ്യനാവാൻ എന്നതിലായിരിക്കണം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന മക്കളായിരിക്കണം നാം വളർത്തേണ്ടത്. എൻ്റെ മക്കളെ ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തി എന്നു പറയുന്നതിലല്ല, പറയുന്നത് അത്ര ഭൂഷണമല്ല. നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, ഇതൊക്കെ നമ്മുടെ മക്കൾ അറിയേണ്ടതല്ലേ? രക്ഷിതാക്കൾക്കുള്ള കടങ്ങൾ, വീടിൻ്റെ പേരിലുള്ള ലോണ്, ഇതൊക്കെ നമ്മുടെ മക്കൾ അറിഞ്ഞു വേണം വളരാൻ. എങ്കിൽ മാത്രമേ അവരിൽ യാഥാർത്ഥ്യബോധം ഉണരുകയുള്ളൂ. കടം വാങ്ങി ബൈക്കും വലിയ വിലയുള്ള മൊബൈൽ ഫോണും ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം കുട്ടികളെ കൊണ്ട് ഉപയോഗിച്ചു ശീലിപ്പിച്ചാൽ അവർക്കെങ്ങനെ മാതാപിതാക്കളുടെ വിഷമം മനസ്സിലാകും? ഇല്ലായ്മ ഒരു നാണക്കേടല്ല, അത് യാഥാർത്ഥ്യമാണ്. അതിനെ മറികടക്കാനുള്ള കരുത്താണ് കുട്ടികൾക്ക് പകരേണ്ടത്. ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളുടെ മനസ്സ് ഒരു വെള്ളക്കടലാസ് പോലെയാണ്. ആ സമയത്ത് അവരെ ഉപദേശിച്ചാൽ അത് അവരുടെ ഉപബോധ മനസ്സിൽ നന്നായി പതിയും. ഒരു ടേപ്പ് റെക്കോർഡറിൽ എന്നതുപോലെ ആ സംസ്കാരം അവരിൽ എന്നും കിടക്കും. അതുകൊണ്ട് ഇളം പ്രായത്തിൽ തന്നെ കുട്ടികളിൽ സംസ്കാരം വളർത്താനുള്ള കാര്യങ്ങൾ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കണം. സ്ത്രീകളെ ബഹുമാനിക്കാനും ദയയും വിവേകവും ഉള്ളവരായിരിക്കാൻ മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കണം. ശരിയായി ശാരീരികമായ വികാരങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതല്ല മനുഷ്യന്മാർ. ജീവിതം കൊണ്ട് നേടേണ്ടത് ആത്മീയ ഉണർവ് കൂടിയാണ് എന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ നിരന്തരം ഉപദേശിച്ചാൽ പിന്നീട് മക്കൾ തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉടനെ മനസ്സ് അരുത് എന്ന് പറയും. തീയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെയുള്ള ജാഗ്രത കൈവരും. ആ ഉൾപ്രേരണ കാരണം അവർക്ക് വികാരങ്ങളുടെ മേൽ നിയന്ത്രണമുണ്ടാകും. ഇന്ന് ലോകത്ത് ഭൂരിപക്ഷം ജനങ്ങളിലും ശാന്തിയും സമാധാനവും കാണുന്നില്ല. വലിയ കൊട്ടാരം കെട്ടി അതിനകത്ത് കിടന്ന് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. കെട്ടിടങ്ങളും സമ്പത്തും മറ്റ് സുഖ സൗകര്യങ്ങളും മദ്യവുമാണ് ആനന്ദം തരുന്നതെങ്കിൽ ഇങ്ങനെ ദുഃഖിച്ച് മരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ തീർച്ചയായും അതിലൊന്നുമല്ല ആനന്ദം. മനസ്സിനെ ആശ്രയിച്ചാണ് ശാന്തിയും സമാധാനവും നിലകൊള്ളുന്നത്. ആ മനസ്സെന്താണ്? അതിൻ്റെ ഉത്ഭവം എവിടെയാണ്? ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? എന്താണ് ജീവിതം?
എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതൊന്നും നാം പഠിക്കുന്നില്ല, എവിടെയും പഠിപ്പിക്കുന്നുമില്ല. നാം അത് മനസ്സിലാക്കുന്നില്ല. ആ അറിവ് മനസ്സിലാക്കി അനുസരിച്ച് ജീവിച്ചാൽ പിന്നെ ശാന്തി അന്വേഷിച്ചെങ്ങും അലയേണ്ടതില്ല. നന്നാവണമെന്ന് സ്വയം തീരുമാനമെടുത്ത ഒരാൾക്ക് ഓരോ ജന്മവും ഒരു പുതിയ തുടക്കമാണ്. ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ് എന്ന് മാത്രമല്ല, ഓരോ നിമിഷവും ഒരു പുതിയ തുടക്കമാണ്. അവനവൻ്റെ പൂർവകർമ്മങ്ങളുടെ ഫലമാണ് ഇന്ന് നമ്മൾക്ക് ജന്മാവകാശമായി ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ എന്താണോ അതിന് കാരണം നമ്മൾ തന്നെയാണ്. ജീവിതത്തിൽ ദുരിതം മാത്രമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അതിനുള്ള പ്രതിവിധിയും നമ്മൾ തന്നെയാണ്. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ ഭൗതികമായ സുഖസൗകര്യങ്ങളുടെ പിന്നാലെ നെട്ടോട്ടം ഓടുകയാണ്. സമ്പത്തും പേരും പ്രസിദ്ധിയും ഒക്കെ നേടിയെടുക്കാനായി വളരെയേറെ പ്രയത്നവും സമയവും അവർ വിനിയോഗിക്കുന്നുണ്ട്. അതിലൂടെ അവർക്ക് പല സുഖസൗകര്യങ്ങളും പ്രാപ്തമാക്കാനാവുന്നുമുണ്ട്. പക്ഷേ എന്തൊക്കെ നേടിയാലും അവൻ്റെ മനസ്സൊരിക്കലും തൃപ്തമാവുകയോ ഇല്ല. അതുമാത്രമല്ല, സ്വസ്ഥത കൈവരിക്കുകയോ ചെയ്യില്ല. വേണ്ടത് കാണപ്പെടാതെയും സ്വീകരിക്കാതെയും ചെയ്യുന്നതിലൂടെ മനസ്സിലുണ്ടാവുന്ന ചഞ്ചലതയാണ് ജീവിത ദുഃഖങ്ങൾക്കെല്ലാം നിദാനമായിട്ടുള്ളത്. അവനവന് ജനിച്ച, അവനവന് കിട്ടിയ അല്ലെങ്കിൽ ലഭിച്ച മനുഷ്യ ജന്മത്തിലെ ഓരോ നിമിഷവും നന്മയിലേക്കുള്ള തീർത്ഥാടനമായി മാറ്റണം. അപ്പോൾ ഉള്ളു നിറയും, സന്തോഷം നുരഞ്ഞു പോകും. അതല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിക്കാം.